സുഹൃത്തുക്കളെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് വീട് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനുള്ള ഭവന സമുന്നതിയെക്കുറിച്ചായിരുന്നു. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാമായിരുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അത് മറ്റൊന്നുമല്ല, ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം കിട്ടുന്ന പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് സമുന്നതി ഈ യാത്ര എന്നാണ്. വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കമൻറ്റ് സെക്ഷൻ എടുത്തോട്ട് വലിച്ച് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ മുൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അതേ സൈറ്റിൽ തന്നെയുള്ള ഈ പദ്ധതി ശ്രദ്ധയിൽപ്പെട്ടത്. അറിഞ്ഞ കാര്യം നിങ്ങളോട് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോ കൂടി ചെയ്യാൻ നിർബന്ധിതനായത്. പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ് സമുന്നതി ഈ യാത്ര എന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങാനായി സബ്സിഡി നൽകുന്ന പദ്ധതിയാണ്. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് അവരുടെ സംരംഭങ്ങൾ വിജയകരമാക്കാനുള്ള സഹായം എന്ന നിലയ്ക്കാണ് ഓട്ടോറിക്ഷകൾ അനുവദിക്കുന്നത്. അവരുടെയും കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമുന്നതി ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ വാങ്ങാനായി 40% സബ്സിഡിയാണ് ലഭിക്കുക. അതായത് ഒരാൾക്ക് 1 ലക്ഷം രൂപ വരെ ലഭിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയുള്ളവരായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് പദ്ധതിയിൽ മുൻഗണനയുണ്ടാകും. ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് ലിസ്റ്റ് തയ്യാറാക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നതിനായി റേഷൻ കാർഡ്, വയസ്സ് എന്നിവയൊക്കെ മാനദണ്ഡമാകും. അപേക്ഷയോടൊപ്പം ഓട്ടോ ഓടിക്കാനുള്ള ലൈസൻസും ആവശ്യമാണ്. അനുവദിക്കപ്പെടുന്ന ഓട്ടോറിക്ഷ അപേക്ഷയ്ക്ക് മാത്രമേ ഓടിക്കാനുള്ള അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ 196 വനിതാ സംരംഭകർക്കാണ് ഓട്ടോറിക്ഷ വാങ്ങാൻ സബ്സിഡി അനുവദിക്കുക. ഇതിനായി 2 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോർപ്പറേഷൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.